ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കൊമേഴ്സ് കോഴ്സുകൾ പഠിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇത് കേൾക്കുമ്പോൾ കൊമേഴ്സ് എനിക്ക് പറ്റിയ ഓപ്ഷനാണോ എന്ന് നിങ്ങൾ ചിന്തിക്കും അല്ലേ? എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇതെല്ലാം മിത്തുകൾ മാത്രമാണ്. ഒന്നാമത്തെ മിത്താണ് കൊമേഴ്സ് എന്നത് അക്കൗണ്ടിങ്ങും ബുക്ക് കീപ്പിങ്ങും മാത്രമാണെന്നുള്ള ധാരണ. ഈ ധാരണ പലർക്കും ഇന്നുണ്ട്. കിട്ടുന്ന ഒരു ജോബ് ഒരു അക്കൗണ്ടന്റ് മാത്രമാണെന്ന വിചാരവും ഉണ്ട്. കൊമേഴ്സ് പഠിക്കുന്നവർ ഒരിക്കലും അക്കൗണ്ടിങ്ങിൽ മാത്രം ഒതുങ്ങി പോകുന്നവരല്ല. നിങ്ങൾ കൊമേഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, മാർക്കറ്റിംഗ്, ഫൈനാൻസ്, ബിസിനസ് ഓപ്പറേഷൻസ് ആൻഡ് ഇക്കോണമിക്സ് തുടങ്ങിയ മേഖലകളിൽ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും. കൂടാതെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, മീഡിയ, പൊളിറ്റിക്സ് അങ്ങനെ ഒരുപാട് മേഖലകളിൽ അവസരങ്ങളുണ്ട്. ഒരു ബിസിനസ് തുടങ്ങാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അതിനുവേണ്ട ഒരു ബേസിക് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുന്നതിനും കൊമേഴ്സ് കോഴ്സുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ്റിന് ചൂസ് ചെയ്യാൻ പറ്റുന്ന കരിയർ ഓപ്ഷൻസ് നിരവധിയാണ്. സയൻസ് പഠിച്ചവർക്കാണ് കൊമേഴ്സ് പഠിച്ചവരെക്കാൾ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. എഞ്ചിനീയറിംഗ്, മെഡിസിൻ, ടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ നല്ല സാലറിയുള്ള ജോബ് കിട്ടും. ഇതാണ് രണ്ടാമത്തെ മിത്ത്. ഇത് പറയുന്നവരുടെ ചിന്ത സയൻസ് പഠിച്ചവർക്ക് ഒരുപാട് കരിയർ ഓപ്ഷൻസ് ഉണ്ടെന്നാണ്. പക്ഷെ ശരിക്കും തിരിച്ചാണ് കാര്യങ്ങൾ. കൊമേഴ്സ് പഠിച്ചവർക്കും നല്ല സാലറിയുള്ള ജോബ് കിട്ടും. ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ചീഫ് ഫൈനാൻഷ്യൽ അനലിസ്റ്റ്, കമ്പനി സെക്രട്ടറി, കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ഇതെല്ലാം നല്ല സാലറിയും റെസ്പെക്റ്റുമുള്ള പൊസിഷനുകളാണ്. ഹോസ്പിറ്റൽസ്, കൺസ്ട്രക്ഷൻ, IT അങ്ങനെയുള്ള എല്ലാ സെക്ടറുകൾക്കും കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ ആവശ്യമുണ്ട്. ഏതൊരു ബിസിനസ്സും നിയന്ത്രിക്കുന്നത് കൊമേഴ്സുകാരാണ്. സയൻസിനേക്കാളും ഹ്യൂമാനിറ്റീസിനേക്കാളും ഈസിയാണ് കൊമേഴ്സ് എന്നൊരു ധാരണ പൊതുവെ ഉണ്ട്. ഇതാണ് മൂന്നാമത്തെ മിത്ത്. സയൻസിൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയവ പഠിക്കാൻ നല്ല ടഫ് സബ്ജക്ട്സ് ആണ്. ഹ്യൂമാനിറ്റീസിൽ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസും ടഫ് സബ്ജക്ട്സ് ആണ്. അതുകൊണ്ട് കൊമേഴ്സ് പഠിക്കാൻ ഈസി ആണെന്ന് പലരും വിചാരിക്കുന്നുണ്ട്. എന്നാൽ ഇത് തെറ്റാണ്. കൊമേഴ്സ് അത്ര ഈസി അല്ല പഠിക്കാൻ. ബിസിനസ് സ്റ്റഡീസ്, ഇക്കണോമിക്സ്, അക്കൗണ്ടൻസി, ടാക്സേഷൻ, ബിസിനസ് ലോ, കോർപ്പറേറ്റ് ലോ, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് പഠിക്കാൻ. ഓരോ സബ്ജക്റ്റും ടോപ്പിക്കും പഠിക്കുക എന്നതിലുപരി ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കണം. CA, CS, CMA, ACCA ഇതൊക്കെ പഠിക്കാനും എക്സാം പാസ്സാകാനും ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷനും ആവശ്യമാണ്. അടുത്ത ഒരു മിത്താണ് കൊമേഴ്സ് പഠിച്ചാൽ എബ്രോഡ് കൺട്രീസിൽ ജോബ് കിട്ടില്ല എന്നുള്ളത്. ഈ മിസ്കൺസെപ്ഷൻ പൊതുവേ ഉണ്ട്. എഞ്ചിനീയറിംഗ്, മെഡിസിൻ ആൻഡ് IT ഇതിനെല്ലാം മാത്രമാണ് എബ്രോഡ് കൺട്രീസിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതെന്ന് പലരും വിചാരിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല. കൊമേഴ്സ് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ട്രേഡാണ്. ഓരോ ബിസിനസ്സിനും കൊമേഴ്സ് എന്നൊരു ഫാക്ടറുണ്ട്. ലോകത്തെ എവിടെയൊക്കെ ബിസിനസ് ആൻഡ് ഫൈനാൻഷ്യൽ ഹബ് ഉണ്ടോ അവിടെയെല്ലാം കൊമേഴ്സിന് വളരെയധികം സ്കോപ്പ് ഉണ്ട്. ലണ്ടൻ, ന്യൂയോർക്ക്, സിംഗപ്പൂർ ആൻഡ് ദുബായ് ഇവിടെയൊക്കെ ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് കൊമേഴ്സുകാർക്ക് മാത്രമായിട്ടുണ്ട്. കൊമേഴ്സ് പഠിക്കണമെങ്കിൽ മാത്സിൽ എക്സ്പേർട്ട് ആയിരിക്കണോ? ഇതൊരു കോമൺ മിത്താണ്. എന്നാൽ കൊമേഴ്സ് പഠിക്കാൻ ബേസിക് മാത്ത് നോളജ് മാത്രം മതി. അരിത്മെറ്റിക്കൽ മാത്ത് നോളജിന്റെ ആവശ്യമേ ഉള്ളൂ. അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ ആൻഡ് സ്ക്വയർസ് ആൻഡ് റൂട്ട്സ് ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. പ്രാക്ടിക്കൽ അപ്ലൈഡ് മാത്സ് ആണ് കൊമേഴ്സിൽ വരുന്നത്. കോംപ്ലക്സ് തിയററ്റിക്കൽ മാത്സിന്റെ ആവശ്യം ഇവിടെ ഇല്ല. ലെറ്റ് സമ്മറൈസ്. കൊമേഴ്സ് കോഴ്സുകളെ ചുറ്റിപ്പറ്റിയുള്ള മിത്തുകളെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇതിലൊന്നും ഒരു കാര്യവുമില്ല. ഓരോ ദിവസവും കൊമേഴ്സിന്റെ സാധ്യതകളും കൂടിക്കൂടി വരികയാണ്. മറ്റുള്ള സ്ട്രീംസ് വെച്ച് കമ്പയർ ചെയ്താൽ കൊമേഴ്സിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസും കൂടി വരികയാണ്. ഈ മിത്തുകളൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ധൈര്യമായിട്ട് കൊമേഴ്സ് ചൂസ് ചെയ്യൂ. നിങ്ങൾ കൊമേഴ്സിൽ താല്പര്യമുണ്ടെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യയിൽ ACCA, CA, CMA ആൻഡ് CS തുടങ്ങിയ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ ജോയിൻ ചെയ്യൂ. ഇന്ത്യയിൽ വൺ ഓഫ് എ കൈൻഡ് സിലബസോടെ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ ഞങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ എൻറോൾ ചെയ്യുക. To learn more about insights on commerce, subscribe to our YouTube channel. Have a nice day.